മാറാക്കര പഞ്ചായത്തിലെ CPM നേതാക്കളായ ബ്രാഞ്ച് സെക്രട്ടറി മനാഫ് കല്ലനും ബ്രാഞ്ച് കമ്മിറ്റി അംഗം ബഷീർ ചെരടയും പാർട്ടിയുടെ ആഭ്യന്തര അസന്തോഷങ്ങൾ ചൂണ്ടിക്കാട്ടി രാജിവെച്ചു. ഇരുവരും മുസ്ലിം ലീഗിൽ ചേർന്ന് അംഗത്വം സ്വീകരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ മുതൽ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി വരെയുള്ള ലീഗ് നേതൃത്വം ചടങ്ങിൽ സന്നിധരായിരുന്നു. പ്രതിപക്ഷ ഉപനേതാവ് സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, ജില്ലാ സെക്രട്ടറി KM അബ്ദുൽ ഗഫൂർ, കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് ബഷീർ രണ്ടത്താണി, ജനറൽ സെക്രട്ടറി സലാം വളാഞ്ചേരി, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കാടാമ്പട മൂസ ഹാജി എന്നിവർ പങ്കെടുക്കുകയും ഇരുവരെയും പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. മാറാക്കര പഞ്ചായത്ത് 24-ാം വാർഡ് വെള്ളത്താണി 24-ാം വാർഡ് UDF സ്ഥാനാർത്ഥിയായി കല്ലൻ മനാഫിനെ നൂറിലധികം മുസ്ലിം ലീഗ് പ്രവർത്തകരും പ്രദേശത്തെ പ്രമുഖരുമായ ഷംസു എടവക്കത്ത്, ഹമീദ് ഒറ്റക്കത്ത്, വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവരും ചടങ്ങിൽ പങ്കാളികളായി. CPMൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണ് എന്നാണ് ഇരുവരും ആരോപിക്കുന്നത്. കഴിഞ്ഞ ലോക്കൽ സമ്മേളനത്തിനു ശേഷം വിഭാഗീയത ശക്തമാക്കുകയും പാർട്ടിക്കുള്ളിൽ കുടുംബവാഴ്ചയും മാഫിയാവൽക്കരണവും നിലനിൽക്കുന്നുവെന്ന ആരോപണങ്ങളും പ്രവർത്തകരിൽ അസംതൃപ്തി വർദ്ധിപ്പിച്ചത് എന്ന് പഞ്ചായത്തിൽ സംസാര വിഷയമാകുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മനാഫും ബഷീറും രാജിവെച്ചത് എന്നാണ് വിവരം. രണ്ടത്താണി കണ്ടേങ്ങൽ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന മനാഫ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിരുന്നു. മാറാക്കര ലോക്കൽ കമ്മിറ്റി അംഗത്വം, KSKTA പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള അദ്ദേഹം കായിക ജീവകാരുണ്യ മേഖലയിലുള്ള സജീവ പ്രവർത്തകനാണ്. മുസ്ലിം ലീഗ് അംഗത്വം സ്വീകരിച്ച മനാഫിനെ മാറാക്കര പഞ്ചായത്തിലെ 24-ാം വാർഡായ രണ്ടത്താണിയിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു. CPMൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെപ്പറ്റിയും പഞ്ചായത്തിൽ അസന്തോഷം നിലനിൽക്കുന്നുണ്ട്. പഞ്ചായത്തിലെ പല വാർഡുകളിലും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നതും സംഘടനാ പ്രവർത്തകരിൽ വലിയ അസ്വാരസ്യവും വിഭജനവും സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതുമൂലം പാർട്ടിക്കകത്തെ സംഘർഷം കൂടുതൽ വഷളായി എന്നും പറയപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കാടാമ്പുഴ.